ഇന്നത്തെ ടോപ്പിക്ക് കുട്ടി ജനിച്ച അന്ന് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ തലയുടെ ചുറ്റളവ്. തൂക്കം, പൊക്കം അഥവാ നീളം എന്നിവ പോലെ കുട്ടിയുടെ വളർച്ചയുടെ ഒരു പ്രധാന അളവ് സൂചികയാണ് തലയുടെ ചുറ്റളവ്. തലയുടെ ചുറ്റളവ് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. നെറ്റിയിലെ ഏറ്റവും തള്ളിയിരിക്കുന്ന ഭാഗത്തൂടെ ഇരുവശത്തേക്കും ഇരുചെവിയുടെയും മുകളിൽ കൂടെ തലയുടെ പുറകുവശത്ത് ഏറ്റവും തള്ളിയിരിക്കുന്ന ഭാഗം വരെയുള്ള ചുറ്റളവാണ് തലയുടെ ചുറ്റളവ്. ഇത് സ്ട്രെച്ച് ചെയ്യാത്ത ഒരു ടേപ്പ് കൊണ്ട് വേറൊരാളുടെ സഹായത്തോടു കൂടി വേണം എടുക്കുവാനായിട്ട്. കുട്ടി തലയിട്ട് ഇളക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് 3 അളവ് എടുത്തിട്ട് ആവറേജ് എടുക്കുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അളവ് ലഭിക്കുന്നു. ജനിച്ച ഉടനെ കുട്ടിയുടെ തലയുടെ ചുറ്റളവ് ഏതാണ്ട് 33 സെൻറ്റിമീറ്റർ മുതൽ 35 സെൻറ്റിമീറ്റർ വരെയാണ്. ആവറേജ് 34 എന്നെടുക്കാം. പിന്നീട് തലയുടെ ചുറ്റളവ് വളരെ വേഗത്തിൽ 3 മാസം വരെ വർദ്ധിക്കുന്നു. അതായത് ഓരോ മാസവും ഏതാണ്ട് 1.25 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റർ വരെ. 3 മാസമാകുമ്പോൾ തലയുടെ ചുറ്റളവ് ഏതാണ്ട് 39 സെൻറ്റിമീറ്റർ മുതൽ 40 സെൻറ്റിമീറ്റർ വരെ ആകുന്നു. ഇനി അടുത്ത വളർച്ച 3 മാസം മുതൽ 6 മാസം വരെ, അതായത് ഓരോ മാസവും 1 സെൻറ്റിമീറ്റർ കണ്ട് വർദ്ധിക്കുന്നു. അങ്ങനെ 6 മാസമാകുമ്പോൾ ഏതാണ്ട് 43 സെൻറ്റിമീറ്റർ ആകുന്നു തലയുടെ ചുറ്റളവ്. പിന്നത്തെ 6 മാസം, അതായത് 6 മാസം മുതൽ 1 വയസ്സ് വരെ തലയുടെ ചുറ്റളവ് വർദ്ധിക്കുന്നത് ഏതാണ്ട് ഓരോ മാസവും 1/2 സെൻറ്റിമീറ്റർ വെച്ചാണ്. അതായത് 1 വയസ്സാകുമ്പോൾ 46 മുതൽ 47 സെൻറ്റിമീറ്റർ വരെയാണ് തലയുടെ ചുറ്റളവ്. അങ്ങനെ 1 വർഷം കുട്ടിയുടെ തലയുടെ ചുറ്റളവ് വർദ്ധിക്കുന്നത് 12 സെൻറ്റിമീറ്റർ. ഇത് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടാണ്. അടുത്ത 1 വർഷം തലയുടെ ചുറ്റളവ് വർദ്ധിക്കുന്നത് ഏതാണ്ട് 1.5 സെൻറ്റിമീറ്റർ ആണ്. പിന്നീട് 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ തലയുടെ ചുറ്റളവ് വർദ്ധിക്കുന്നത് ഓരോ വർഷവും ഏതാണ്ട് 1 സെൻറ്റിമീറ്റർ വെച്ചാണ്. അങ്ങനെ 5 വയസ്സാകുമ്പോൾ 50 മുതൽ 51 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും കുട്ടിയുടെ തലയുടെ ചുറ്റളവ്. അങ്ങനെ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുട്ടിയുടെ തലയുടെ ചുറ്റളവിൻ്റെ വളർച്ച ഏതാണ്ട് 4.5 സെൻറ്റിമീറ്റർ ആണ്. മേൽപ്പറഞ്ഞ അളവുകളിൽ 1 സെൻറ്റിമീറ്റർ കൂടുതലോ 1 സെൻറ്റിമീറ്റർ കുറഞ്ഞോ ഇരുന്നാലും നോർമൽ റേഞ്ചിലുള്ളതായിട്ട് കണക്കാക്കാം. കുട്ടി ജനിക്കുമ്പോൾ തല തീരെ ചെറുതാണെങ്കിൽ അതിന് മൈക്രോകെഫാലി എന്ന് പറയും. WHO ചാർട്ടിൽ മീഡിയൻ വാല്യൂവിൽ നിന്ന് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താഴെയാണെങ്കിൽ അതിന് മൈക്രോകെഫാലി എന്ന് പറയുന്നു. തല തീരെ ചെറുതാണെങ്കിൽ ന്യൂറോളജിക്കൽ കൺസൾട്ടേഷൻ നടത്തേണ്ടതാണ്. ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, വേറെ എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. തല പെട്ടെന്ന് വളരുകയാണെങ്കിൽ, അതായത് സാധാരണയിൽ വേഗത്തിൽ കൂടുതൽ വളർന്നാൽ തലയുടെ ഉള്ളിൽ ഫ്ലൂയിഡ് കെട്ടി ഹൈഡ്രോകെഫാലസ് ഉണ്ടോ എന്നോ അതുപോലെ തന്നെ ട്യൂമർ മറ്റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.